ബോൺസ് വന്നോണ്ട് സംഭവിച്ചത് വലിയ വീഴ്ച തന്നെയല്ലേ? ഇത് വീഴ്ചയുടേതല്ല പ്രശ്നം. യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഒരു ഡെഡ് ബോഡി ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്. അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. 2 മണിക്കൂർ വൈകി. എന്തുകൊണ്ടാണ് 2 മണിക്കൂർ വൈകാൻ കാരണം? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല, ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതെ, ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലം MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത്. 14 വാർഡിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ വരെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവരുത്തരം പറഞ്ഞാൽ മതിയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം, മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരിയിട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ വാർഡുകളിലെ രോഗികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങിയിരിക്കും. അവിടെ ഡിസ്ചാർജ് വാങ്ങി പോകാൻ പറഞ്ഞു വയ്ക്കുക. അതെങ്ങനെയാ? ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണം. ഞാൻ പറയും, ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശരിയല്ലോ. അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി കെട്ടിടം പണി, ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് പണിതീരാത്ത വീടുകളാണോ? ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ? എന്നെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ. കെട്ടിടം പണി പൊളിക്കുക, പണിയുക, പൊളിക്കുക, ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത്. അതേസമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരാസെറ്റമോൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയല്ലേ? എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ? സൂചിയും നൂലും പുറത്തുനിന്ന് മേടിക്കട്ടെ. കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ്, പുറത്തുനിന്ന് മേടിക്കട്ടെ. മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ? നമ്മളിപ്പോൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ട്രോമ കെയറിന്റെ ഭിത്തി ഒന്ന് കാണാൻ പോകാം. നിങ്ങളും കൂടെ വരണം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ജനപ്രതിനിധികളല്ലേ, ജനങ്ങളുടെ ബാധ്യതയില്ലേ? അതുകൊണ്ട് ആ ട്രോമ കെയറിന്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന 14 രോഗി അകത്ത് കിടക്കുമ്പോൾ ട്രോമ കെയറിന്റെ ഭിത്തി പൊട്ടിയൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണും. എന്നിട്ട് പറയൂ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇവർ നീതിപൂർവ്വമാണോ ചെയ്യുന്നത്? ഞാൻ നിയമസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജുമായിട്ട് സംസാരിച്ചാണ്, ഞങ്ങൾ എല്ലാവരും സംസാരിച്ചാണ്. ഇവിടുത്തെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. വളരെ മാണി സി കാപ്പൻ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചത്. ശ്രീ മാണി സി കാപ്പൻ അടക്കം
എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താ? ഏറ്റവും നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന 4 ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ മേലുല്ലാസത്തിൽ രക്ഷപ്പെടാനായി ഇവർ ശ്രമിച്ചത്. ഇവര് പ്രധാനപ്പെട്ട ഡോക്ടർമാരെ കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പാണ്, അവരുടെ സേവനം വലുതാണ്. പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ട ഇവിടെ തരേണ്ട സൗകര്യങ്ങൾ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നില. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രോമ കെയറും കൂടെ നമുക്ക് കാണണം. 12 വാർഡിന്റെ ഭിത്തി എവിടെ കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിനെ ഒരു ഏതാണ്ട് സ്വകാര്യ സ്ഥാപനം കൊണ്ടുപോകുന്ന പോലെ ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഒറ്റപ്പെട്ട സംഭവം വാസവൻ മിനിസ്റ്റർ പ്രതികരിച്ചു. ഏതിനാ അവർ ഒറ്റപ്പെട്ടതെന്ന് പറയാത്ത? ആള് ഭരിച്ചാലും ഒറ്റപ്പെട്ടത്, ആള് ജീവിച്ചാലും ഒറ്റപ്പെട്ടത്, എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത്, എല്ലാം ഒറ്റപ്പെട്ടത്. ഞാൻ പറയുന്ന അവസാനം ഡിക്ഷണറിക്കകത്തത് ഈ ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം. അങ്ങനെയുള്ള അപകടകരമായ സ്ഥിതി വന്നിട്ട് അത് ഒറ്റപ്പെട്ടത് എന്ന് പറയാം. ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിടം കൂടെ ഒരുമിച്ച് തകരുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല, കൂട്ടായി പോകുക. അത് വേണേൽ ഭൂകമ്പം വേണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ വന്ന രോഗികളാണ് ഇപ്പോൾ, അവരോടാണ് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിപ്പോക്കോളാം. സാധ്യമല്ല. ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുമുണ്ട്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകൾ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. അത് കടുത്തുരുത്തിയുണ്ട്. നമ്മളുടെ ശ്രീ മോൻസ് ജോസഫ് എത്തിച്ചേരും. ഞങ്ങൾക്കും അറിയണ്ടേ ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാനായിട്ട് നമുക്ക് കണ്ണടച്ചു കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ ഇത് നമ്മളുടെ ചില ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. പ്രവർത്തിക്കണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും. ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ട് UDFന്റെ കമ്മിറ്റി ഒരുമിച്ച് ഇവിടെ വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷുണ്ട്, നമ്മളുടെ UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യൂസ് ഉണ്ട്, ബാക്കി UDFന്റെ നേതാക്കന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസിയുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അസീസ് ഉണ്ട്, ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് അറിയണം, ഇതെന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ എല്ലാവരുടെയും കണ്ണ് കെട്ടിവിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് എന്താ തടസ്സം? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? അത് വേണം, അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരാളിൻ്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിൻ്റെ സ്ഥിതി മോശമാണ്. ഇനിയും ഇതിനേക്കാൾ മോശമായ സ്ഥലം നമ്മളിവിടെ നിന്ന് കാണാനും പോവുകയാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകൂ. MP അതല്ലേ നമ്മൾ പറയുന്നത്. ഇതിനൊന്നും ഈ കെട്ടിടത്തിനൊന്നും ഒരു ഫിറ്റ്നസ്സും ഇല്ല. അതെ, അതോടൊപ്പം നേരത്തെ ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ മന്ത്രിമാർ വേഗത്തിലെത്തി, പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന മേൽനോട്ടം വൈകുന്ന കളക്ടർ അടക്കം വളരെ വൈകിയാണ് അവിടെ പരിപാടിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ അത്തരമൊരു കാലതാമസം ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടെന്ന് മാത്രമല്ല, 2 മണിക്കൂർ തെരച്ചിൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം കൊണ്ടാണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിൻ്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താല് വിശദീകരിക്കണം. ഈ 2 മണിക്കൂർ എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ, ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ. ഈ കെട്ടിടത്തിന്റെ ഒരു രൂപകൽപ്പന 4 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. ഹിറ്റാച്ചി JCB അടക്കമുള്ള എത്തിക്കുന്നതിന് ഒരു പ്രായോഗിക പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതാണ് ഈ കാലതാമസത്തിന് കാരണം. അത് നിസ്സാര കാരണമാണോ? അത് നിസ്സാര കാര്യമല്ലെന്ന് മാത്രമല്ല, ഇവിടെ ബിൽഡിംഗ് റൂൾസിനകത്തൊരു പ്രത്യേകതയുണ്ട്.
7 മീറ്റർ വീതിയിലുള്ള റോഡ് ഇതിന് ചുറ്റുവട്ടത്തിലുണ്ടാകണമെന്ന്. 7 മീറ്റർ. അത് ബിൽഡിംഗ് റൂൾസിനകത്തെ പ്രത്യേകമായ ഭാഗമാണ്. ഈ ആശുപത്രിക്കകത്തൊരു അത്യാഹിതം ഉണ്ടായാൽ ആശുപത്രിക്കകത്തൊരു അത്യാഹിതം ഉണ്ടായാൽ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അത് ബിൽഡിംഗ് റൂൾസിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ടും ഉണ്ടായി ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് യുക്തമായ കോമ്പൻസേഷൻ കൊടുക്കണം. ആ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി അത് വാങ്ങാനുള്ള നടപടിയിലേക്ക് ഇവിടെ നീങ്ങും. ആ കോമ്പൻസേഷൻ കൊടുത്തേ മതിയാകും. ഈ പുതിയൊരു കെട്ടിടം അവിടെ പണി പൂർത്തിയായിട്ടുണ്ട്. അതിലേക്ക് അത് തുറക്കുന്നതിനുള്ളൊരു കാലതാമസം ഉണ്ടായത്, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ കോൺഗ്രസ്? അതായത് അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് വൈകിപ്പിച്ചതാണ് ഇപ്പോൾ ഒരു ദുരന്തത്തിലേക്ക് വഴിതെറ്റിയെന്നുള്ള ആക്ഷേപം ചാണ്ടിയുമ്മൻ MLA അടക്കം പറയുന്നുണ്ട്. ആ ഒരു ഞാൻ ചാണ്ടിയുമ്മൻ പറഞ്ഞ ഷെയർ ചെയ്യാണ്. 2026 മെയ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഒരു സപ്ലിമെന്റ് 2 ഫോട്ടോയും അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. പാവപ്പെട്ട ആളുകളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഇവിടെ ഇപ്പോ ഗവൺമെന്റ് മുഴുവനുണ്ട്, 2 മണിക്കൂർ അത് നിർത്തിവെച്ച് അവിടെ അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇവിടെ വരികയും കൃത്യമായി അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ എല്ലാ സംവിധാനവും, സംസ്ഥാന ഗവൺമെന്റ് മുഴുവൻ സംവിധാനം, മുഖ്യമന്ത്രി അടക്കം, ക്യാബിനറ്റ് അടക്കം, അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ, അപ്പോൾ അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ ഇപ്പോഴും ഈ അവലോകന യോഗം എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ട് അതിനൊരു വിലയും കൽപ്പിക്കാതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷാപ്രവർത്തനത്തിന് നടപടി സ്വീകരിക്കാതെ വളരെ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഒരു ജീവൻ, വിലപ്പെട്ട ഒരു ജീവൻ പോവുകയും ചെയ്തു. അപ്പം ഇത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്, സ്ഥിരമായി കാണിക്കുന്ന ഒരു ഏർപ്പാടാണ്. നമുക്ക് ഇവിടെ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തല്ലേ മുഖ്യമന്ത്രി വയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊന്ന് വന്ന് തിരക്കാനുള്ള ബുദ്ധിമുട്ടെന്താ? അദ്ദേഹത്തിന് ഇവിടെ ഒന്നൊന്ന് വന്ന് നോക്കാനുള്ള എന്ത് പ്രയാസമുള്ളത്? പ്രയാസം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ വരാതിരുന്നു, ഇവിടെ വിസിറ്റ് ചെയ്യാതിരുന്നു? സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംശയമല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഔചിത്യത്തിന് ഞങ്ങൾ വിടുകയാണ്. നമുക്ക് ആ ട്രോമാ കെയറും കൂടെ കാണാൻ പോകാം. നിങ്ങൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയോട്ട് കൂടുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2.5 വർഷമായിട്ട് അത് കൂടുന്നില്ല. മാത്രമല്ല, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടുന്നില്ലത് മാത്രമല്ല, നിയമവിരുദ്ധമായി അതിന്റെ പണം ചെലവിടുന്നുണ്ടെന്നുള്ള ഭാഗം അത് നമുക്ക് പിന്നീട് പറയാം. ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. നമുക്ക് ആ ട്രോമാ കെയർ കാണാം.